സംസ്ഥാനത്തെ വൈദ്യുതി തടസ്സത്തിന് എതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച് CPIM AKG സെന്റർ അടക്കമുള്ള കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം. AKG സെന്ററിൽ EP ജയരാജൻ നേതൃത്വം നൽകി. കേന്ദ്ര ഗവൺമെന്റ് നീറ്റ് പരീക്ഷയാണ് അട്ടിമറിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് വൈദ്യുതി ക്ഷാമം സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഇവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ UDF മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും പറഞ്ഞത്? ആര്യാടൻ്റെ കരാർ റദ്ദ് ചെയ്താണ് ഈ പ്രശ്നം. ഏത് കരാർ റദ്ദ് ചെയ്തിരിക്കുന്നത്? ഈ ഗവൺമെൻറ്റിന് നിലവാരം വേണ്ടേ? വൈദ്യുതി ജനങ്ങളുടെ ഒരു ആവശ്യ വസ്തുവാണ്. വിശദാംശങ്ങളുമായി സനീറ്റ ചേരുകയാണ്. സനീറ്റ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവരുടെ അഭിമാനമായി അവർ ഉയർത്തിക്കാണിച്ച ഒരു വിഷയമാണ് ഈ 10 വർഷമായി കറണ്ട് കട്ടില്ലാത്ത ഒരു കാലം എന്നത്. എന്തായാലും അടുത്ത സർക്കാർ വരുമ്പോൾ ഈ പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ അത് തന്നെ ഉയർത്തി വലിയ പ്രതിഷേധമാണ് CPIM നടത്തുന്നത്. തീർച്ചയായിട്ടും രുചീഷ്, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പവർ കട്ടും ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ഒരു മാസം പിന്നിടുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഒരു ദിവസം തന്നെ 3ഉം 4ഉം തവണയും ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ പരാതികൾ തന്നെയായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. അതിൽ ഇത്തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് CPIMന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ മെഴുകുതിരി കത്തിച്ച ഒരു പ്രതിഷേധത്തിന് അവർ തയ്യാറായിരിക്കുന്നത്. ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കുട്ടികൾക്ക് പരീക്ഷാകാലമാണ്. അത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ രാത്രികാലങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, പ്രധാനമായും ഇന്ന് EP ജയരാജൻ തിരുവനന്തപുരത്ത് സംസാരിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കുട്ടികളെ നീറ്റ് പരീക്ഷയിലൂടെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇതുപോലെ സംസ്ഥാന സർക്കാർ കുട്ടികളുടെ പരീക്ഷാകാലം അടുത്തു വരികയാണ്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ വൈദ്യുതി കട്ട് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് EP ജയരാജൻ വ്യക്തമാക്കിയതുപോലെ നമ്മൾ എന്തായാലും വലിയ സമരമാണ്, പ്രതിഷേധമാണ് CPIM ഈ വിഷയത്തിൽ ഉയർത്തുന്നത്.